ഹായ് റാം ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു മുന്തിരിക്കൊത്താണ്. അതായത് നമ്മൾ ചെറുപയർ വെച്ചിട്ട് ചെയ്യുന്നൊരു സ്നാക്സാണ്. അപ്പോൾ നെല്ലിക്കയുടെ വലുപ്പം അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിലാണ്. അപ്പോൾ അതാ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. നമ്മൾ ചെറുപയർ നമുക്ക് നന്നായിട്ട് കഴുകി നമ്മൾ വറുത്തെടുക്കണം. അത് നല്ല ചുമ നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ വെള്ളം ഉള്ളതുകൊണ്ട് കുറച്ചൊരു പാടാണ് മൂത്ത് കിട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ലാസ്റ്റ് ഒരു 4-5 ഏലക്കയും കൂടി ചേർത്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചൂടാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടുന്ന ഒരു അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. തേങ്ങയും നമുക്ക് വറുത്തെടുക്കണം നന്നായിട്ട്. അപ്പോൾ ഞാനൊരു 200 ഗ്രാം പയറാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ അതിന് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ ഒരേപോലെ നമുക്ക് മൂത്ത് കിട്ടും കേട്ടോ. ഞാൻ അല്ലാണ്ട് എടുക്കുന്നത് ചെറിയ തീയിൽ നിന്നിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. ഇതാകുമ്പം തേങ്ങ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം. അതായത് ഞാനൊരു ചെറിയൊരു ഉണ്ട ശർക്കരയാണ് എടുത്തേക്കുന്നത്. നല്ലതായിട്ട് പൊട്ടിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് തിളച്ചാൽ മതി കേട്ടോ. അതൊന്ന് ഉരുകി കിട്ടിയാൽ മതി. നമ്മൾ നൂൽപ്പരുവൊന്നും ആക്കിയേക്കല്ല കേട്ടോ. അപ്പോൾ തിളച്ചതൊന്ന് ആക്കിയാൽ മതി. പിന്നെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് പയറൊന്ന് പൊടിച്ചെടുക്കണം. ഒരുപാടൊന്ന് ഫൈനായിട്ട് പൊടിക്കണ്ട, ചെറിയ തരി വേണം. അതേപോലെ നമുക്ക് തേങ്ങയും കൂടെ പൊടിച്ചെടുക്കണം. ഈ പയറും തേങ്ങയും കൂടെ നമുക്ക് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് ഞെവിടിയെടുക്കണം. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് വേണേ. പിന്നെ നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അതായത് നമ്മൾ പുട്ടിനൊക്കെ നന്നായിട്ട് നനയ്ക്കത്തില്ലേ, അതിലും കുറച്ചും കൂടെ വേണം. അപ്പോൾ ദാ ഈ പരുവത്തിലാക്കണം. നമുക്ക് ഉരുട്ടിക്കഴിഞ്ഞാൽ ഉരുളയായി കിട്ടണം. അപ്പോൾ ആ പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ടുള്ളത്. ഞാനിപ്പോൾ അതിൽ ഒരു 10-20 എണ്ണം എനിക്ക് ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ഉരുളയല്ലേ. ഇതിനെ നമുക്ക് മുക്കി പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബാറ്റർ എടുക്കാം. അതിൽ നമുക്ക് അരിപ്പൊടിയാണ്, അതായത് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അരിപ്പൊടിയാകുമ്പം കട്ട കെട്ടാനൊന്നും പോകുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. കണ്ടില്ലേ, നമ്മൾ സ്പൂണിൽ ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ സ്പൂണിൽ പറ്റി പിടിച്ചിരിക്കണം മാവ്. അപ്പോൾ അത് ആ പരുവത്തിലാണ് നമുക്ക് എടുക്കാനായിട്ടുള്ളത്. കണ്ടില്ലേ, പിന്നെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നിട്ട് മുക്കി പൊരിച്ചെടുക്കണം. കണ്ടില്ലേ, കുറച്ച് നമുക്ക് എണ്ണ കുറച്ച് മതിയാവും. അപ്പോൾ നമ്മൾ അരിപ്പൊടി തന്നെയാണ്, നമ്മൾ മൈദയൊന്നും ചേർത്തിട്ടില്ല. അത് കാരണം നമുക്കിതിൽ എണ്ണയൊന്നും പിടിക്കത്തൊന്നുമില്ല വലുതായിട്ട്. ഈ അരിപ്പൊടിയാകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും. സുഖിയൻ്റെ കൂട്ട് ഷേപ്പൊക്കെ ആണെങ്കിൽ പോലും ടേസ്റ്റ് വേറൊരു ടേസ്റ്റാണ്. കാരണം നമ്മൾ പയർ വറുത്ത് പൊടിച്ച് ചേർക്കുന്നതല്ലേ, ഇപ്പം തേങ്ങയും കൂടെ ചേർക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്. ഇതിപ്പോൾ നമുക്ക് ഒരാഴ്ചയാണെങ്കിലും കുറേ ദിവസം ഇരിക്കുകയും ചെയ്തോളും, കേടൊന്നും ആവത്തില്ല. കണ്ടില്ലേ, അപ്പോൾ നമുക്കങ്ങനെ മുഴുവനായിട്ട് നമുക്ക് വറുത്തെടുക്കാം. നിങ്ങൾക്ക് ചെറുപയറൊക്കെ കിട്ടുവാണെങ്കിൽ ഇതുപോലെ ആക്കിയെടുക്കണം. ഒരുപാട് എണ്ണയൊന്നും വേണ്ട. അപ്പോൾ അരിപ്പൊടിയും കൂടെ ഉണ്ടെങ്കിൽ തേങ്ങയും കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടില്ലേ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ, ഓക്കെ, ബൈ.